നമ്മുടെ കുട്ടികൾക്ക് ഒരൊറ്റ കുട്ടിക്കാലേ ഉള്ളൂ, രണ്ടെണ്ണമില്ല, ഒന്നില്ല. നമ്മൾ ഏറ്റവും അധികം സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. നമ്മുടെ കുട്ടികളോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത്. അതിനെന്ത് വേണ്ടി വരും? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ നേരത്തെ ഈ മോനോട് സംസാരിക്കുക, ബിലാലല്ലേ, ആദിൽ, അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്പേസിനെ കുറിച്ച് പഠിക്കുക, സ്പേസിനെ കുറിച്ച് അറിയുക. കഴിഞ്ഞ ദിവസം അവന് കോയമ്പത്തൂരിൽ പോയിട്ട് ഒരു സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്ത് വരിക. ചെറിയ മോനതാ, അവന് സ്പേസിനെ കുറിച്ചാണ് അവന്റെ ചിന്ത മുഴുവനല്ല, ഭൂമിയിലില്ല, അവൻ ഫുൾ അവിടെയാണ്, സ്പേസിനാണ്. അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവനോട് എനിക്കൊരു കാര്യം പറയണമെങ്കിൽ ഞാൻ സ്പേസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അത്യാവശ്യ കാര്യങ്ങളെങ്കിലും അതിന്റെ ചില വേർഡെങ്കിലും പഠിക്കേണ്ടി വരും. എന്നാലേ എനിക്ക് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവനെന്താ വിചാരിക്കുക, മൂപ്പർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അവന് അത് പറയാൻ പറ്റുന്ന ആളുകളെ തെരഞ്ഞു പോകും. ഞാൻ അവന്റെ വാപ്പയാണെങ്കിലോ ഞാൻ എത്ര പഠിക്കേണ്ടി വരും അവനിഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ച്. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കുട്ടികളോളം താഴേണ്ടി വരും. ഒരു കുട്ടിക്ക് നമ്മളെങ്ങനെ ഉമ്മ കൊടുക്കുക, ചെറിയൊരു കുഞ്ഞിന് നമ്മളെങ്ങനെ ഉമ്മ കൊടുക്കുക, കുട്ടി ഇങ്ങോട്ട് വരുമോ? കുട്ടി ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകല്ലേ ചെയ്യുന്നത്. കുട്ടിക്കൊരു ഉമ്മ കൊടുക്കാൻ കുട്ടിയോളം നമ്മൾ താഴുന്നത് പോലെ ഒരു കുട്ടിയോട് സംസാരിക്കണമെങ്കിൽ ആ കുട്ടിയോളം താഴേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടിയോളം വലുതാകേണ്ടി വരും. ഇവനൊക്കെ അതിൽ പെട്ടതാണ്. കാരണം അവൻ അതിൽ വലിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുവെ അങ്ങനെ തന്നെയാണ് കേട്ടോ, പുതിയ കാലത്തെ കുട്ടികളെ. അപ്പൊ നമ്മുടെ മോനോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ബാഴ്സലോണ എന്നൊരു ക്ലബിനെ കുറിച്ച് അറിയണം. അങ്ങനെ ഒരു ക്ലബ് ഉണ്ടല്ലോ അവർക്ക്, ഫുട്ബോളിൽ, മലപ്പുറത്താണല്ലോ. അപ്പൊ ഫുട്ബോളായിരിക്കും കാര്യമായിട്ട് മനസ്സിലുണ്ടാവും. ബാഴ്സലോണ എന്ന് പറഞ്ഞ മൂപ്പർക്ക് താല്പര്യമുള്ള ഒരു ക്ലബുണ്ട്. ആ ക്ലബിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെ പഠിക്കും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തൊക്കെ പഠിക്കാൻ കഴിയും അതൊക്കെ ഞങ്ങൾ പഠിച്ചു. ഒരു നാട്ടുപുറത്തുണ്ടായ ചെറിയൊരു ക്ലബ്ബാണ്. അതിങ്ങനെ വളർന്ന് ലോകത്തിലെ വലിയ ക്ലബ്ബുകളിൽ ഒന്നായി മാറിയ ചരിത്രമാണ്. കാരണം ഞങ്ങളുടെ മോനോട് സംസാരിക്കണമെങ്കിൽ അവനിഷ്ടമുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താ അവൻ പറയാ, ആപ്പകൊമ്പൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. കാരണം അവർക്കൊരു കുട്ടിക്കാലേ ഉള്ളൂ. എത്ര പെട്ടെന്നാണ് ഇവർ വലുതാവുക നമുക്കറിയില്ല. പഴയ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അല്ലെ, ആ കുഞ്ഞുങ്ങൾ എവിടെ പോയി, നീശൊക്കെ വന്നിരിക്കുന്നു, വലിയ കുട്ടിയായിരിക്കണം, വലിയ മഫത്തൊക്കെ ഇടാൻ തുടങ്ങിയിരുന്നു. ആ ചെറിയ കുഞ്ഞിനെ നമുക്ക് മിസ് ചെയ്യും. നമ്മുടെ ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമൊക്കെ വരും. നമ്മളെ കുട്ടി വലിയ കുട്ടിയായല്ലോ. ഒട്ടിടയ്ക്കൊരു വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ എന്ന് വെണ്ണികുളം എന്ന് പറഞ്ഞ പഴയ ഒരു കവി പറയുന്നുണ്ട് മകളെ കുറിച്ച്. ഒട്ടിടയ്ക്കേതോ വരം കൊണ്ടിവൾ, ഒരു വരം കിട്ടിയിട്ട് എന്റെ കുട്ടി പഴയ കുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് നമ്മുടെയൊക്കെ ആഗ്രഹം. ഒട്ടിടയ്ക്കേതോ വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ. നമ്മളെ കുട്ടികളെ കുട്ടിക്കാലം ഇല്ലേ, നഷ്ടപ്പെടും, പിന്നെ നമുക്ക് കിട്ടൂല. കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. കേസരി ഹാൾ അദ്ദേഹത്തിന്റെ പേരില്ല, കേസരി എന്ന പേരിൽ പണ്ട് അദ്ദേഹത്തിന് ഒരു മാസികയുണ്ട്. വലിയ എഴുത്തുകാരനാണ്, അത്രയും വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക, പഠിക്കുക, എഴുതുക, ഇതൊക്കെയാണ്. അപ്പൊ ഒരാളിങ്ങനെ വാതിലിന്റെ അപ്പുറത്ത് വന്ന് നിൽക്കും. അതാരാന്നറിയാം? അദ്ദേഹത്തിന്റെ മോള്, ചെറിയൊരു മോള്. അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ട്, അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്, വലിയ താടിയുള്ളൊരു മനുഷ്യന്. ആ അച്ഛനെ ലാളിക്കാൻ, അച്ഛന്റെ സ്നേഹം കിട്ടാൻ, അച്ഛനെ അങ്ങോട്ട് സ്നേഹിക്കാനൊക്കെ വേണ്ടി ഈ കുട്ടി ഇങ്ങനെ കാത്തിരിക്കും. അദ്ദേഹം കുറെ നേരമൊക്കെ പിന്നെ ഈ എഴുത്തിലെഴുതും. പിന്നെ കിടന്നുറങ്ങേണ്ട സമയമായി. ഈ കുട്ടിക്ക് കൊടുക്കാൻ തീരെ സമയം ഉണ്ടാവില്ല. ഇവര് പനി വന്നിട്ട് ഈ കുട്ടി മരിച്ചു. അദ്ദേഹം തന്നെ പറയട്ടോ, പനി വന്നിട്ട് കേസരിയുടെ മോള് മരിച്ചു. അദ്ദേഹം പറയാ, ഞാൻ എന്റെ മോളെ ആദ്യമായി ചുംബിച്ചത് അവളുടെ തണുത്ത ശരീരത്തിലായിരുന്നു. അതിനൊന്നും ഉമ്മ കൊടുത്തിട്ടില്ല. എന്നാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ ചിലത് ഗുഹയുടെ ഉള്ളിൽ ആ കുഞ്ഞിനെ മറന്നു വെച്ചതുപോലെ ഈ തിരക്കുകളുടെ ഇടയിൽ ചിലത് മറന്നു വെച്ചത് പിന്നെ തിരിച്ചെടുക്കാനാവാത്ത വിധം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ. അപ്പോ അനുഗ്രഹീതമായൊരു ജീവിതം ജീവിക്കുക എന്നുള്ളതില് മുൻഗണനയിൽ പഠിച്ചു തന്നിട്ടുള്ള ഈ 4, 5, 1, 2, 3
മനുഷ്യന്മാരുണ്ടാവുക എന്നുള്ളത്. മൈക്കൽ ഫാരഡേ എന്നുള്ളൊരു ശാസ്ത്രജ്ഞനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, സ്കൂളിൽ പഠിച്ച എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? മൈക്കൽ ഫാരഡേ എന്നാണ് പേര്. ഈ ലൈറ്റ് ഇവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്നതിന്റെ പിന്നില് ഡൈനാമോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കണ്ടുപിടിച്ച ആളാണ്. ജനറേറ്ററും മോട്ടറും കണ്ടുപിടിച്ച ആളാണ്. 1000-ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഒന്നും രണ്ടും അല്ല. ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ 6 മക്കളിൽ 4-മനായി ജനിച്ച് പൈസ ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാൻ കഴിയാതെ ഒരു ബുക്ക് ബൈൻഡ് ചെയ്യണ ഷോപ്പിൽ ജോലിക്ക് നിന്ന് അവിടെ കണ്ട ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ച് ശാസ്ത്രം പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്ത് അങ്ങനെ 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 വന്നയാളാണ് മൈക്കൽ ഫാരഡേ. 1000-ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയൊരു മനുഷ്യന് ജീവിതത്തിൽ എത്ര തിരക്കുണ്ടാവും? ഇന്നത്തെ പോലെ അല്ലല്ലോ, അത്രയും തിരക്ക് കൂടുതലും അല്ലെ? ആ മനുഷ്യനോട് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു? ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെ വരും? കണ്ടുപിടുത്തങ്ങൾ അത്രയും നടത്തിയല്ലേ? ഈ ലൈറ്റ് കത്തി നിൽക്കുന്നതിന്റെ പിന്നിലെ മനുഷ്യനാണ്. പഠിച്ചു നമ്മ അനുഗ്രഹം, പക്ഷെ അത് മനുഷ്യൻ കണ്ടുപിടിച്ച കുറെ ആളുണ്ട്, അതിലൊരാളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് കണ്ടുപോയില്ലേ? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ടുപോയി. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്താ അറിയോ? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എന്നാണ്. എന്തൊരു കഥ! എന്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. കണ്ടുപിടുത്തങ്ങളൊക്കെ പിന്നെയാണ്, എന്നെ പ്രശസ്തരാക്കിയത് കാര്യങ്ങളൊക്കെ പിന്നെയാണ്. എന്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയല്ലെങ്കിലും ആശയം ഇങ്ങനെയാണ്. ആയുസ്സിൽ പഠിച്ചവും കൊടുത്ത ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ ഒരു മനുഷ്യന് അദ്ദേഹം പരിഗണിച്ചു. അദ്ദേഹത്തിന്റെ വീടിന്റെ കുറച്ചപ്പുറത്തൊരു കായൽ പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് എല്ലാ വൈകുന്നേരവും രണ്ടാളും പോയിട്ട് ഇരിക്കും. ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വന്നിട്ട് അവിടെ ഇങ്ങനെ പോയിരിക്കും എന്നവരാണ്. ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണെന്ന് ചോദിച്ചപ്പോ എന്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. ഇതാണ് മുൻഗണന.